ഗുഡ് മോർണിംഗ് റോഷനി വെങ്കി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖാണോ സിനോജ്? ഒരുപാടായി സിനോജിനെ കാലത്ത് കണ്ടിട്ടല്ലേ. അതെ, അതുകൊണ്ടാണ് സുഖാണോ ഞാൻ കാലത്ത് വരാറുണ്ടായിരുന്നു, പക്ഷെ ഓരോ ദിവസവും പല കാരണങ്ങൾ കൊണ്ട് റീജിയൻ ലൈവ് ഉണ്ടാകാതെ പോകാറുണ്ട്. ഏറ്റവും സമാധിയായിരുന്നു, നടന്നില്ല. നമ്മളെ വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളൊക്കെ തന്നെ രാത്രി സുഖമായി കിടന്നുറങ്ങിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്. അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാതെ രാത്രിയിൽ ഉണർന്നിരിക്കുകയും പകല് ഉറങ്ങുകയും ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലാണ്. അങ്ങനെ ഒരാളാണ് രാജേട്ടൻ, എനിക്കൊപ്പമുള്ള സെക്യൂരിറ്റിക്കാരനാണ്. അപ്പൊ സെക്യൂരിറ്റിക്കാർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. ചേട്ടാ, എങ്ങനെയാണ് രാത്രി ലൈഫ്? രാത്രി സാറ് ഉറങ്ങാൻ പറ്റുന്നില്ല. കൊതുകിന്റെ ബീച്ച് സൈഡിലെ കൊതുകിന്റെ ഭയങ്കര കടി. ഇവിടെ നിന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് കൊതുക് കടിക്കുന്നുണ്ട് ബീച്ചിൽ. കൊതുക് കടിച്ച് ചൊറിച്ചലാണ്. പിന്നെ ആൾക്കാരെ ബഹളം പാട്ടും കൂത്തും, അതുകൊണ്ട് ഉറക്കം. വെളുപ്പിന് വരെയൊക്കെ ആളുണ്ടോ ഇവിടെ? വെളുപ്പിന് വരെ ആളുണ്ട്. ശല്യക്കാരുണ്ടോ? ശല്യക്കാർ കുറവാണ്, പക്ഷെ അവരെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. വേറെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഉറക്കം റെഡിയാവോ? ഉറക്കം എവിടുന്ന് വീട്ടിൽ പോയിട്ട് ദിവസം ഉറങ്ങും. പകലുറങ്ങും കുറുക്കന്റെ മാതിരി. ഇതാണ് ഒരു സെക്യൂരിറ്റിക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത്. നല്ല കൊതുകടിയാണ്, എന്നെയും കൊതുകടിക്കുന്നുണ്ട്. അത് ഒരു നമ്മുടെ ജീവിതത്തിലെ പല തരത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ സെക്യൂരിറ്റിക്കാരനായ രാജേട്ടൻ. നമ്മുടെയൊക്കെ തന്നെ സെക്യൂരിറ്റി. രാജേട്ടനോട് നമ്മുടെ ഒരു ആശംസ പറയൂ സിനോജ്. നല്ലൊരു ദിവസമാവട്ടെ രാജേട്ടന്റെ. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളെല്ലാം നല്ലതായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റിപ്പോർട്ട് ചെയ്യാനോട് ഗുഡ് മോർണിംഗ് രാജേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം അല്ലേ സിനോജ്? ഈ സന്ദർശനം എപ്പോഴായിരിക്കും? സുധാകരൻ എപ്പോഴായിരിക്കും? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സുധാകരൻ വയനാട്ടിലേക്ക് എത്തുന്നത്. അതും NM വിജയന്റെ മരണത്തിന് ഏകദേശം 1 മാസം പൂർത്തിയാകുന്ന വേളയിലാണ് കെ സുധാകരൻ വയനാട്ടിലേക്ക് വരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. തുടക്കത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ, കെ സുധാകരൻ ആയിക്കോട്ടെ, ഒരു അനുകൂല നിലപാടല്ല ഈ വിഷയത്തിൽ എടുത്തിരുന്നത്. കെ സുധാകരന്റെ പ്രസ്താവനകളൊക്കെ തന്നെ കുടുംബത്തെ അവമാനിക്കുന്ന എന്നൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. ആ തരത്തിലാണ് അദ്ദേഹം അന്തവും കുന്തവും ഇല്ല എന്ന തരത്തിലൊക്കെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനുശേഷം ഇത് ഒരു തൊട്ടാൽ പൊള്ളുന്ന കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം നിലപാട് മാറ്റുകയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം NM വിജയന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കെ സുധാകരനെ ഈ കേസിൽ പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം NM വിജയന്റെ കത്തിൽ കെ സുധാകരന്റെ പേരുണ്ട്. അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ കത്തൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ചോദ്യം ചെയ്യലെന്നൊക്കെ തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന്. അത് അന്വേഷണ സംഘത്തിന് ഗുണകരമാണ് ആ സ്റ്റേറ്റ്മെന്റ്. കാരണം അദ്ദേഹം NM വിജയൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് കടബാധ്യത വന്നു. അദ്ദേഹം കോഴയൊക്കെ തന്നെ വാങ്ങി ഇടനിലക്കാരനായി നിന്നു. അവസാനം നേതാക്കന്മാർ പറ്റിച്ചു എന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ ഈ കെ സുധാകരന്റെ KPCCന്റെ ആ പ്രസ്താവന തന്നെ കേസിന് അനുകൂലമാകുന്നൊരു സ്ഥിതിയുണ്ട്. ഏതായാലും ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കേസിലെ 2ാം പ്രതി ND അപ്പച്ചൻ, 3ാം പ്രതി KK ഗോപിനാഥ്, ഇവരുടെ ചോദ്യം ചെയ്യൽ 3ാം ദിവസമായി ഇന്നും തുടരും. മറ്റന്നാളായിരിക്കും 1ാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. റോഷ്നി, എന്തായാലും നമുക്ക് നോക്കാം അല്ലേ റോഷ്നി? അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു വന്നായിരുന്നു വിലങ്ങാട് അല്ലെ? അപ്പോൾ ഈ വിലങ്ങാട് പുനരധിവാസത്തിൽ ഉരുൾപൊട്ടൽ ഇരകളുടെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന് കളക്ടറേറ്റിന് മുമ്പിൽ നടക്കുന്ന സമരം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും അല്ലെ? ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ അപാകത പരിഹരിക്കണമെന്നാണ് ആവശ്യം അല്ലെ സിനോജ്? അതെ, അങ്ങനെയാണ്. കാരണം വയനാടിന് ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നു, വേണ്ട ഒരു പരിഗണന കൊടുക്കുന്നു. പക്ഷെ അന്ന് അതേ രാത്രി തന്നെ ഉരുൾപൊട്ടിയ ഒരു പ്രദേശമാണ് വിലങ്ങാട്. ഒരു ഉരുൾപൊട്ടലല്ല, 100-ലേറെ ഉരുൾപൊട്ടലാണ്. 100-ലേറെ സ്ഥലത്ത് ഉരുൾപൊട്ടി. ഒരാൾ മാത്രമേ ഭാഗ്യവശാൽ മരണപ്പെട്ടുള്ളൂ. പക്ഷെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നു. നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നുപോയി, കൃഷി നശിച്ചു. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേക പാക്കേജ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 143ഓളം വീടുകളും കെട്ടിടങ്ങളുമാണ് തകർന്നത്. പക്ഷേ സർക്കാർ ഉണ്ടാക്കിയ പട്ടികയിൽ 57 കുടുംബങ്ങളെന്നാണ് പറയുന്നത്. ഈ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ സർക്കാർ ഒരു 15 ലക്ഷം രൂപയാണ് ഈ വിലങ്ങാട് മേഖലയിൽ പ്രഖ്യാപിച്ചത് ഓരോ ദുരിതബാധിതർക്കും. പക്ഷേ ആ പട്ടിക അശാസ്ത്രീയമാണ്. ഈ 143 സ്പോൺസർമാർ തന്നെ വീട് നിർമ്മിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവരുടെ യോഗം വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വിലങ്ങാടിന് വേണ്ടിയും പ്രത്യേക ഒരു പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദുരന്തബാധിതർ പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. വടകര MP ഷാഫി പറമ്പിൽ MP ആണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത്. ശരി, സമരങ്ങളൊക്കെ അങ്ങനെ മുറുകുകയാണ്, പ്രതിഷേധങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ഈ പറഞ്ഞ പോലെ മുണ്ടക്കൈ ചൂരൽമല മാത്രമല്ല, വിലങ്ങാടിനും പ്രത്യേക പരിഗണന നൽകി തന്നെ അത് കാര്യമായി കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി കെ രാജനൊക്കെ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും അലംഭാവം ഉണ്ടോ എന്നുള്ളതൊക്കെ ചർച്ചയാവേണ്ടത് തന്നെയാണ്. അത് അവരെയും പരിഗണിക്കണം, നല്ല രീതിയിൽ തന്നെ പരിഗണിക്കണം. ഒരുപാട് ജീവിതം അവരെ കൈവിട്ടവരാണ്, അവരെ പരിഗണിക്കണം. അതാണ്, ഒരു ദുരന്തത്തെ അതിജീവിക്കേണ്ടവരാണ് മനുഷ്യർ അല്ലേ വെങ്കി?